ദുഃഖമകന്ന ഗാർഹസ്ഥ്യം തുടരുന്നു. ചിലർ പറയുന്നത് കേൾക്കാം, എനിക്ക് മോക്ഷം വേണ്ട എന്ന്. മോക്ഷമെന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മോക്ഷം വേണ്ട എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം വേണ്ട എന്നാണർത്ഥം. സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത മനുഷ്യനുണ്ടോ? സ്വാതന്ത്ര്യത്തിൻ്റെ പരമകാഷ്ഠയാണ് മോക്ഷം. നമ്മുടെ സുഖത്തിൽ ആർക്കും കൈവയ്ക്കാൻ കഴിയാത്തതാകണം. സുഖം സ്വരൂപമായാൽ അതാണ് സ്വാതന്ത്ര്യം. ആഹാരപ്രിയനായ ഒരാൾ തനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് ഈ ലോകത്ത് ആഹാരമാണെന്ന് കരുതുന്നു. അയാളെ ഒരു മുറിയിൽ ബന്ധിതനാക്കി അയാൾക്കിഷ്ടമുള്ള ആഹാരം കൊടുത്താലും 1-2 ദിവസമേ അയാൾക്കതിൽ തൃപ്തനായിരിക്കാൻ കഴിയൂ. അയാൾ ആഹാരത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് മുറിയിലെ ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രനാകാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കും. അതുപോലെ ലൈംഗിക കാമം ആഗ്രഹിക്കുന്ന ഒരാളെയും ഒരു മുറിയിൽ ബന്ധിതനാക്കി കാമം അനുഭവിപ്പിച്ചാലും അതിൽ കൂടുതൽ ആഗ്രഹം അയാൾക്ക് അതിൽ നിന്നും സ്വതന്ത്രനാകണം എന്നാണെന്ന് മനസ്സിലാകും. ഇതിൽ നിന്നും മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണെന്നും സ്വാതന്ത്ര്യത്തിൽ ഊന്നിയുള്ള ഭോഗമേ മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെന്നും വന്നു ചേരുന്നു. നമ്മുടെ സുഖത്തിൽ ആരും കൈവയ്ക്കരുത്, അതാണ് സ്വാതന്ത്ര്യം. അത് നേടണമെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്നു. ഒരു ജീവൻ അതിൻ്റെ പക്വതയിൽ എത്തുമ്പോഴാണ് ആ ആഗ്രഹം ഉണരുന്നത്. അതാണ് മോക്ഷേച്ഛ. സുഖം സ്വരൂപമാകുന്നതോടുകൂടി അയാളുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കുന്നു. ആഗ്രഹമുണ്ടായാലല്ലേ അതിനെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. എല്ലാ ആവശ്യങ്ങളും ഇല്ലാതായാൽ അയാൾ കർമ്മകാണ്ഡത്തെ കടന്നു. അതാണ് നൈഷ്കർമ്മ്യ സിദ്ധി. ഏറ്റവും വലിയ ധീരനാണ് സന്യാസി. ആത്മലാഭത്തിനു വേണ്ടി അവൻ്റെ വ്യക്തിത്വത്തെ ത്യജിക്കുന്നു, അഹത്തെ ത്യജിക്കുന്നു. അഭിമാനത്തിൻ്റെ ഒരു കൂട്ടമാണ് അഹം. 1000 തലയുള്ള സർപ്പത്തെ പോലെയാണ്. 1000 അഭിമാനികളായ തലയെ കൊന്നാലേ അഹത്തെ കൊല്ലാൻ കഴിയൂ. അവൻ ഈശ്വരനെ അറിയുന്നതാണ് മുഖ്യം. അതുകൊണ്ട് അവൻ അവനെ കൊന്ന് ഈശ്വരനെ അറിയുന്നു. ആത്മാന്വേഷണം തന്നെയാണ് ഈശ്വരാന്വേഷണവും. അവനെ അന്വേഷിച്ചാൽ ഈശ്വരനെ കണ്ടെത്താം, ഈശ്വരനെ അന്വേഷിച്ചാൽ അവനെയും കണ്ടെത്താം. കാരണം അവനും ഈശ്വരനും ഒന്നു തന്നെയാണ്. വ്യക്തിബോധമുള്ളപ്പോൾ ഈശ്വരബോധമില്ല, ഈശ്വരബോധമുള്ളപ്പോൾ വ്യക്തിബോധവുമില്ല. കാരണം ഒന്നാണ് രണ്ടായി ഇരിക്കുന്നത്. കയറിനെ കാണുമ്പോൾ പാമ്പിനെ കാണുന്നില്ല, പാമ്പിനെ കാണുമ്പോൾ കയറിനെയും കാണുന്നില്ല. കാരണം കയറിലാണ് പാമ്പ് എന്ന ഭ്രമം നിലനിന്നത്. അതുപോലെ ആത്മാവിനെ അറിയുമ്പോൾ പ്രകൃതിയെ അറിയുന്നില്ല, പ്രകൃതിയെ അറിയുമ്പോൾ ആത്മാവിനെ അറിയുന്നില്ല. കാരണം ആത്മാവിലെ ഭ്രമാനുഭവമാണ് പ്രകൃതി. ആ ജ്ഞാനം എന്തു വില കൊടുത്തും നേടുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഭൗതികമായ എല്ലാ കാര്യങ്ങളും നേടുന്നതും ത്യാഗത്തിലൂടെയാണ്. അധ്വാനിച്ച് ലക്ഷങ്ങൾ നേടിയിട്ട് അത് കൊടുത്ത് കാർ വാങ്ങുന്നു. പണത്തിനേക്കാൾ സുഖം കാറിൽ നിന്നും കിട്ടുന്നത് കൊണ്ടാണ് പണം ത്യജിച്ചിട്ട് കാർ വാങ്ങുന്നത്. അതുപോലെ ഈ ദുഃഖങ്ങളെയൊക്കെ അകറ്റാനുള്ള ജ്ഞാനം നേടണമെങ്കിൽ ത്യാഗമാണ് മാർഗം. എന്ത് ത്യജിക്കണം? നമ്മൾ നേടിയ അഭിമാനമൊക്കെ ത്യജിക്കണം. ആ അഭിമാനമാണ് വലിയൊരു അഹങ്കാരമായി ആത്മജ്ഞാനത്തിന് തടസ്സമായി നിൽക്കുന്നത്. അഭിമാനമെല്ലാം ഉപേക്ഷിച്ചാൽ അഹങ്കാരമില്ലാതായി നമ്മുടെ യഥാർത്ഥ സ്വരൂപം വെളിവാകും. ത്യജിക്കുക എന്നാൽ ഭാര്യയെയും കുട്ടികളെയും പണത്തിനെയും ഉപേക്ഷിക്കുകയല്ല, അതിനോടുള്ള മമത്വത്തെയാണ് ത്യജിക്കുന്നത്. മമത്വത്തെ ത്യജിക്കുകയാണ്. ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധി കൊണ്ടുണ്ടായ മമത്വം കൊണ്ടാണ് ഇതൊക്കെ എൻ്റേതെന്ന് അഭിമാനിക്കുന്നത്. ഞാൻ ആത്മാവാണെന്ന് ബുദ്ധി ഉറപ്പിച്ചാൽ മമത്വം നമ്മെ ബാധിക്കുകയില്ല. ദേഹത്തോടുള്ള മമത്വത്തെ ഉപേക്ഷിച്ചാൽ ദേഹബന്ധം കൊണ്ടുള്ള ദുഃഖം നമ്മെ ബാധിക്കുകയില്ല. നമ്മുടെ അഭിമാനമൊക്കെ വെടിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം തന്നെ നഷ്ടമാവുകയില്ലേ എന്ന് സംശയിച്ചേക്കാം. വ്യക്തിത്വം നിലനിർത്തുന്നത് സുഖത്തിനു വേണ്ടിയാണെങ്കിൽ വ്യക്തിത്വം ത്യജിച്ചാൽ സുഖം സ്വരൂപമാകുമെങ്കിൽ എന്തുകൊണ്ട് ത്യജിച്ചുകൂടാ? എന്ത് പ്രവൃത്തിയാലും ലാഭം നോക്കുന്നവരല്ലേ നമ്മൾ. ഇതുവരെ നേടിയതെല്ലാം ത്യജിച്ചാൽ ഇതിലും വലിയൊരു ലാഭം കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് ത്യജിച്ചുകൂടാ? ദുഃഖം എന്നേക്കുമായി ഒഴിഞ്ഞു പോകുമെങ്കിൽ, സുഖം സ്ഥിരമായി നിലനിൽക്കുമെങ്കിൽ
മരണഭയം ഒരു കടങ്കഥ പോലെ ഒഴിഞ്ഞു പോകുമെങ്കിൽ കർമ്മം കൊണ്ട് നേടാവുന്നതും കർമ്മം കൊണ്ട് നേടാൻ കഴിയാത്തതും ജ്ഞാനം കൊണ്ട് നേടാൻ കഴിയുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ വ്യക്തിത്വത്തെ ഉപേക്ഷിച്ചുകൂടാ? എങ്കിൽ നമ്മൾ വിചാരിച്ചാൽ വ്യക്തിത്വം ഒഴിഞ്ഞു പോകുമോ? ഇല്ല. നമ്മൾ ആത്മതത്വം ശ്രവിച്ച് അതിനെ മന്നം ചെയ്ത് അതിനെ ധ്യാനിക്കുന്നതിനനുസരിച്ചേ വ്യക്തിത്വം ഒഴിഞ്ഞു പോകൂ. ഇതെല്ലാവർക്കും പറ്റുമോ? വിവേകമുള്ള ആർക്കും പറ്റും. ഭൗതിക ലാഭത്തിൻ്റെ നശ്വരതയും ക്ഷണികതയും ആത്മലാഭത്തിൻ്റെ അനശ്വരതയും നിത്യതയും വിവേചിച്ചറിഞ്ഞാൽ ആർക്കും ഈ വിവേകം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. 5 വർഷത്തിന് മുമ്പ് വലിയൊരു അവാർഡ് കിട്ടിയ ആൾ ഇപ്പോൾ ദുഃഖിക്കുന്നു. കാരണം ഇപ്പോൾ സന്തോഷിക്കണമെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പുതിയൊരു ലാഭം കിട്ടണം. 5 വർഷം മുമ്പ് കിട്ടിയ അവാർഡ് അപ്പോൾ സന്തോഷം തന്നിരുന്നു. ആ സന്തോഷം ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇപ്പോൾ സന്തോഷിക്കണമെങ്കിൽ ഇപ്പോൾ പുതിയതായി എന്തെങ്കിലും സുഖം കിട്ടണം. ഇതാണ് ഭൗതികമായി എന്ത് നേടിയാലുമുള്ള നില. ആത്മലാഭം നേടിയാൽ ആ സുഖം കാലദേശ കാര്യ കാരണങ്ങൾക്കതീതമായി നിൽക്കുകയാണ്. കാലത്തിന് അതീതമായ സുഖത്തെ കാലത്തിന് എങ്ങനെ നേരിട്ട് നശിപ്പിക്കാൻ സാധിക്കും? അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ നേട്ടം കൈവരിക്കേണ്ടതാണ്. കൈ രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളെ ഈ കൊടും ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുവാൻ ആത്മജ്ഞാനത്തിന് മാത്രമേ കഴിയൂ. നമുക്ക് കളയാൻ സമയമില്ല. അനുനിമിഷം അനുദിനം ഈ സത്യത്തെ പ്രാപിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാവൂ. ഗ്രന്ഥപാരായണം തുടരും.